പുരോഗതിയിലും അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വളർച്ച, അതുപോലെ തന്നെ ജോലി പുരോഗതി, സമ്പത്ത്, കുടുംബ ഐക്യം, അങ്ങനെ വ്യക്തിപരമായി ജീവിതത്തിലെ കരകയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ ചെയ്യുന്ന ഒരു സ്തംഭനം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. കാരണം നമ്മളെ എല്ലാ തരത്തിലും നിലച്ചു പോകുന്ന തരത്തിൽ വരുമാനം നിലയ്ക്കുക, ജോലി നിലയ്ക്കുക, ബുദ്ധി കഴിവുകളൊക്കെ നിലയ്ക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒന്നാണ് സ്തംഭനം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്തംഭനത്തിന് ചെയ്യുന്ന ക്രിയകളും ഒരുപാടാണ്, അതിന്റെ പ്രതിവിധികളും ഒരുപാടാണ്. അപ്പൊ പാർട്ട് 1, പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ ഏത് തരത്തിലുള്ള സ്തംഭനമാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കെതിരായി പ്രവർത്തിക്കുന്നവനെ നമുക്ക് സ്തംഭിപ്പിക്കാനും പറ്റും. മക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനും പറ്റുന്ന ഒരു പ്രതിവിധിയാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക ചെലവുകൾ ഉണ്ടായിരിക്കും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്തംഭനം വന്നാൽ ഇടയ്ക്കിടയ്ക്ക് പ്രതിവിധി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം സാമ്പത്തിക ചെലവുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷത്തെ പരിഹരിക്കാൻ വേണ്ടി ആണ് ഈ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ അതാത് സമയത്തിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനും വളരെ മൂല്യരഹസ്യമായിട്ടുള്ള സ്തംഭന വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നബിശമടി. ശത്രുക്കൾ നമ്മളുടെ പുരോഗതിയെ തടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്തംഭനം. അത് കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, അങ്ങനെ പല പല കാര്യങ്ങളിലും ഈ സ്തംഭനം വരും. അപ്പോൾ എന്താണ് നമ്മുടെ തൊഴില്, സാമ്പത്തികം, പുരോഗതി, അതുപോലെ തന്നെ നമ്മുടെ ഉയർച്ച, ബുദ്ധി, കഴിവുകൾക്കൊക്കെ ബന്ധിക്കാൻ പറ്റും. ഈ ബന്ധിക്കുന്ന ആ വ്യക്തി നമ്മളുടെ ഏത് തരത്തിലുള്ള കഴിവാണോ ആ വ്യക്തിക്ക് ദോഷമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ഈ സ്തംഭനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾ നമുക്ക് പല പല അത് ചെയ്യുന്ന സമയത്ത് അയാൾ നിശ്ചയിക്കുന്നതും അയാളുടെ പുരോഗതിയെ, നമ്മുടെ പുരോഗതിയെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്തംഭനാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിവിധിയും അതിന്റെ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ നമുക്കെതിരായി പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സ്തംഭിപ്പിക്കാനും നമുക്ക് സ്തംഭനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്. ശത്രുക്കളെ ഒരു പ്രത്യേകത ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ അപ്പുറത്തുള്ള ജോലിക്കാരൻ ആ വ്യക്തിക്ക് നേട്ടമുണ്ടാവാൻ വേണ്ടി പല പല മാർഗങ്ങളും സ്വീകരിക്കുന്നതിലിടയ്ക്ക് അയാൾക്ക് തോന്നുകയാണ് അടുത്തുള്ള നമ്മളാണ് പ്രശ്നം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ നമ്മളെ പരാജയപ്പെടുത്തലോ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സും കഴിവുകളും നഷ്ടപ്പെടുത്താനോ പുരോഗതി നഷ്ടപ്പെടുത്താനും വേണ്ടി ചെയ്യുന്ന കുറെ അംഗക്കെട്ടുണ്ട്. അത് നേരിട്ട് വന്നിട്ടോ അത് മാൻ പവർ ആയിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും, പൊളിറ്റിക്കൽ പരമായിട്ട്, അതുപോലെ മസിൽ പവർ, മണി പവർ, അങ്ങനെ പലതും ഉപയോഗിച്ച് നോക്കിയിട്ടും അതൊക്കെ വെച്ച് അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അതൊക്കെ അവരാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അടിയിൽ കൂടെ എടുക്കുന്ന ഒരു പരിപാടിയാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. ആ മന്ത്രവാദത്തിൽ തന്നെ ഏറ്റവും നീചമായ പരിപാടിയും അതുപോലെ തന്നെ ഒരു സ്വാത്വികമായിട്ടുള്ള പരിപാടിയുണ്ട്. അപ്പൊ നീചമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് അത് നമുക്ക് അറം പറ്റി പോകുന്ന തരത്തിലേക്കായി വരും. അങ്ങനെ ചെയ്യുന്ന ശത്രുക്കൾ ചെയ്യുന്ന വിദ്യ എന്ന് മനസ്സിലാക്കാം. നമുക്കെതിരായിട്ട് വരുന്ന ശത്രുവിനെ ഒതുക്കണമെങ്കിലും ബന്ധിക്കണമെങ്കിലും ആ ബന്ധനം പൊട്ടിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ശത്രു ഏതാണെങ്കിൽ അയാളുടെ പേര് നമ്മൾ മനസ്സിലാക്കണം, അയാളുടെ സ്ഥാപനം മനസ്സിലാക്കണം, അയാളുടെ വീട് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഈ ധാരണ വന്നു കഴിഞ്ഞാൽ ബന്ധനം സ്തംഭന യന്ത്രം വരയ്ക്കുക എന്നാണ് പറയുക. ഈ സ്തംഭന യന്ത്രം വരയ്ക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സ്തംഭന യന്ത്രം എവിടുന്ന് കിട്ടും? പൂജാക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ല, ഈ സ്തംഭന യന്ത്രം വാങ്ങേണ്ടത് ഈയത്തകിടിൽ എഴുതിയതാണ് വാങ്ങേണ്ടത്. ഈയത്തിന്റെ അത് വളരെ വില കുറവുള്ളൂ, അത് എഴുത്തുകൂലി മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈയത്തകിടിൽ എഴുതിയ ആ യന്ത്രം ഒന്ന് വാങ്ങുക. അതല്ലെങ്കിൽ പെരുമരത്തിന്റെ തോലിൽ ഈ യന്ത്രം എഴുതണം. അതാണ് ഏറ്റവും എഫക്റ്റ്. ഈയത്തകിട് എഴുതിയില്ലെങ്കിൽ മറ്റതാണ് എഫക്റ്റ്. എഴുതിയതിന് ശേഷം നമ്മൾ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം. മഞ്ഞൾ കൊണ്ട് പുരട്ടി അത് നമ്മൾ മഞ്ഞ നൂലുകൊണ്ട് ചുറ്റി കെട്ടിയിട്ട് മുടി വെട്ടിയിട്ട്, ഇപ്പോൾ ബാർബർ ഷോപ്പിലൊക്കെ മുടി ഇഷ്ടം പോലെ ഉണ്ടാവും, അതുകൊണ്ട് പൊതിഞ്ഞിട്ട് കുഴിച്ചിട്ടാൽ എന്താണ് ഈ സംഗതി നിഷ്പ്രയാസം ബന്ധനമായി വരും എന്നുള്ളതാണ്.
ഈ യന്ത്രത്തിൽ അയാളുടെ പേര്, അയാളുടെ വീട്ടുപേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണം. ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് ഈ ബന്ധന മന്ത്രം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിക്കണം. ഈ ജപിച്ചതിന് ശേഷം ആണ് നിങ്ങൾക്ക് എന്ത്, ഈ പെരുമരത്തിന്റെ തോലിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിലാവാം, ഈയത്തകിടിലാണെങ്കിൽ അതിലും ആവാം. അതിനാൽ ആ ശത്രുവിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ബന്ധനമായി വരും എന്നുള്ളതാണ്. എഴുതാൻ പോകുന്ന യന്ത്രം ഏതാണെങ്കിൽ അതിൽ നോക്കിയിട്ടും നിങ്ങൾക്ക് ആ മന്ത്രം എഴുതിയെടുത്ത് ചൊല്ലാം. നിങ്ങൾ അതുകൊണ്ടാണ് ഈ മന്ത്രം പറഞ്ഞു തരാത്തത്. എന്താ കാരണം, നിങ്ങൾ ഏത് മന്ത്രമാണോ യന്ത്രമാണോ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്രിയ എന്നുള്ളത് മനസ്സിലാക്കാനും ശത്രു നമ്മൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ക്രിയകളാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ചില ആൾക്കാർ പറയില്ലേ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ മുടിക്കെട്ട് കിട്ടി, ഒരു തകിട് കിട്ടി, പലതും കിട്ടി എന്നൊക്കെ പറയണ കാണാം. ചില ആൾക്കാരെ തൊഴിൽ സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്നാവും, ചിലപ്പോൾ നമ്മളെ ഗൃഹത്തിലായിരിക്കും, അങ്ങനെ പല പല സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മളിത് കുഴിച്ചിട്ടുള്ളത് ഈ നമുക്കെതിരായി പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ വീട്ടിലോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനമോ അയാളുടെ ആ സാമ്രാജ്യത്തിന്റെ നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ആ സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആകെ നാമാവശേഷമാകും എന്നുള്ളതാണ്. അപ്പോൾ അവർ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ്. ഇത് വരുമ്പോൾ നമ്മൾ കയറി വരണോടത്തൊക്കെയാണ് കൂടുതലും കുഴിച്ചിടുക. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരാളൊരു ബന്ധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിക്കണമെങ്കിൽ എന്ത് വേണം, ഒരു നാളികേരം മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കൂടി കലക്കിയ വെള്ളത്തിൽ ഉരുട്ടുക. ചില മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കൂടി കുറുക്കി അതിൽ നന്നായി ഈ നാളികേരം ഉരുട്ടുക. ഉരുട്ടിയതിന് ശേഷം അതിൻ്റെ മേലെ ഇതുപോലെ തിരി 5 എണ്ണം എടുത്ത് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ വയ്ക്കുക. എന്നിട്ട് അരി നെല്ലും പൂവും കൂടി ഇതിങ്ങനെ പിടിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നാളികേരം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതാണ് നാളികേരം എങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക, കത്തിച്ച് പിടിക്കുക. കത്തിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളെ തൊഴിൽ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തെ ഒഴിയുക, നമ്മളെയും ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം നമ്മളത് എറിഞ്ഞു ഉടയ്ക്കുക. അപ്പോൾ ആ തടസ്സം പൊട്ടും. അതിനുശേഷം നമ്മളെന്താണ്, പന്നി നെയ്യ് ആ പരിസരത്ത് തെളിക്കുക. ചില അത് നന്നായി ഉരുക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ അതൊരു ഫെവിക്കോള് പോലെയൊക്കെ ഇരിക്കുന്നുണ്ടാവുക, അങ്ങനെ നെയ്യ് കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവുക. അതിൽ നിന്ന് ഒരു ഇരിക്കലോണ്ടൊക്കെ എടുത്തിട്ട് ആ പരിസരത്തൊക്കെ ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മറ്റൊരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർവീര്യമായി പോവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരാൾ നമുക്ക് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധനത്തെ നമ്മൾ പൊട്ടിക്കുന്നത് ഇങ്ങനെയും. അതിനുശേഷം അപ്പോൾ ഇത് ഒഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ, എന്നിലും എൻ്റെ കർമ്മപരമായും കുടുംബപരമായും ബാധിക്കുന്ന എല്ലാ കെട്ടുമുട്ടുകളും, അപ്പോൾ നമ്മളിൽ ഏത് തരത്തിലുള്ള പ്രശ്നമാണോ ബാധിക്കുന്നത്, സാമ്പത്തിക പ്രശ്നത്തിനാണോ ബന്ധനം വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ബന്ധനം നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മളിത് പ്രാർത്ഥിച്ചിട്ട് ഒഴിയാൻ. അപ്പോൾ അത് ഈ ബന്ധനത്തിന്റെ ഏത് പ്രശ്നമാണെങ്കിലും, കർമ്മബന്ധനമാണെങ്കിൽ കർമ്മബന്ധനം ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഒഴിയേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവതകളെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് വിശ്വാസമുള്ള മന്ത്രങ്ങളോ ദേവതകളെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഒഴിയാം. എന്നിലും ആ ഏത് വിഷയമാണ്, ഏത് കാര്യത്തിലാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി ആ കാര്യത്തെ വിചാരിച്ചുകൊണ്ട് വേണം. ഇപ്പോൾ കർമ്മപരമായ എല്ലാ കെട്ടുമുട്ടുകളും ഒഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിക്കുക. തൊഴിൽ തടസ്സമാണെങ്കിൽ, അതുപോലെ ധന തടസ്സമാണെങ്കിൽ ധനപരമായിട്ടുള്ള എല്ലാ കെട്ടുമുട്ടും ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചൊഴിയുക. ഒഴിയുന്ന സമയത്ത് നിങ്ങൾക്കറിയുന്ന മന്ത്രങ്ങളോ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒഴിഞ്ഞിട്ട് എറിഞ്ഞു ഉടക്കിയാണ് വേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ പന്നി നെയ്യ് നമ്മളെ പരിസരത്ത് തെളിക്കേണ്ടത്. ഇപ്പം ഗൃഹത്തിന് അപ്പം എന്താ വെച്ചാൽ പൈശാചികത ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഗുണം. അപ്പോൾ അത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ബന്ധനം തീരും. അപ്പോൾ ഇതുപോലുള്ള ബന്ധന ക്രിയകൾ ഒരുപാടാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യുന്നതും ഒഴിഞ്ഞു പോകേണ്ടതിനുള്ള പ്രതിവിധിയും കൂടിയാണ് ഈ പറയുന്നത്. ആരെങ്കിലും സുഹൃത്തുക്കൾ ഇങ്ങനെ കെട്ടുമുട്ടായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സ്വമേധയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സുഹൃത്തുക്കളെ അയച്ചു കൊടുക്കുക. ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് ദോഷ ദുരിത ബാധകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധികളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.